എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് മാർക്കോ റിലീസായിരിക്കുകയാണ്. മലയാളത്തിൽ ദ മോസ്റ്റ് വയലൻ്റ് മൂവി എവർ ഇൻ മലയാളം എന്ന ബാനറോട് കൂടിയാണ് നമ്മുടെ മാർക്കോയെ പബ്ലിസിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി മാർക്കോ ഒരു ട്രെയിലറും ഒരു കുറച്ച് പാട്ടിൻ്റെ ലിറിക്കലും ഇതെല്ലാം കണ്ട് ഭയങ്കര ഹൈപ്പോട് കൂടി സിനിമ വന്നിരിക്കുകയാണ്. നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് വരെ പറഞ്ഞു, വെരി സോറി, 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ സിനിമ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഭയങ്കര വയലൻസ് ആണെന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പും തള്ളുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ മനസ്സിൽ എനിക്ക് ചിരിയാണ് വന്നത്. ഒരു മലയാള സിനിമയ്ക്ക് വയലൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം തീവ്രമായിട്ട് വയലൻസ് ഒരു മലയാള സിനിമയിൽ കാണിക്കാൻ പറ്റും നമുക്ക് ഊഹിക്കാമല്ലോ. നമ്മൾ കാണാത്ത വയലൻസ് മലയാളത്തിൽ മാക്സിമം എത്ര വയലൻസ് പോകുമെന്നറിയാം. പടം A സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഞാനും മാർക്കോ കാണാൻ തീരുമാനിച്ചു. അറിയണമല്ലോ എന്താണുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു മുൻവിധിയും ഇല്ലായിരുന്നു. കാണാൻ കയറി. നല്ലൊരു വയലൻ്റ് മൂവി ആയിരിക്കും, നല്ലൊരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ കയറി ഇന്ന് മാർക്കോ കണ്ട എനിക്ക് കിട്ടിയ അനുഭവം ശരിക്കും ഒരു എന്തു പറയാൻ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മലയാളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ആക്ഷൻ, വയലൻസ്, ബ്രൂട്ടാലിറ്റി ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ലെവലാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. അല്ലെങ്കിൽ യാതൊരു സംശയമില്ല, അതൊരു മലയാള സിനിമ എന്നുള്ളത് പോലും ഒരിക്കലും ഇതൊരു മലയാള സിനിമയുടെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഒരു നാഷണൽ ലെവൽ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ പറയാം. ആക്ഷൻ്റെ അൾട്ടിമേറ്റ് വേർഡ്. ഇതിനപ്പുറം ഒരു കിടിലം ആക്ഷൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇതിനപ്പുറം വയലൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് പറയാനുണ്ട്. അത് ഒടുവിൽ പറയേണ്ടതാണ്, പക്ഷേ ഞാൻ മുൻകൂട്ടി പറയുകയാണ്. നമ്മൾ ജഗദീഷ് പറഞ്ഞതുപോലെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ സിനിമ കാണാൻ പറ്റില്ല എന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സോട് ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുകയാണ്. ഒരിക്കലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും സ്ത്രീകളും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളും പ്രത്യേകിച്ച് വൃദ്ധരായ വ്യക്തികൾ, വാർദ്ധക്യത്തിലേക്ക് പോകുന്ന വ്യക്തികൾ ആരും ഒരു കാരണവശാലും ഈ സിനിമ കാണാൻ പാടില്ല. അത് വെറുതെ ഇതിനുള്ള വയലൻസും ബഹളവും വെച്ച് കുറേ അടിപിടി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അതിൽ ഒരു രംഗമുണ്ട്, ഒരു വളരെ ഗൗരവമായ ഒരു രംഗമുണ്ട്. അത് കണ്ട് ഒരു ട്രോമറ്റൈസായ ഒരു അവസ്ഥയാണ്. ഭയങ്കരമായ അഫക്റ്റായി. ഈവൻ എനിക്ക് വരെ കുറച്ച് അഫക്റ്റായ സീനാണ്. തിയേറ്ററിൽ പോലും എല്ലാവരെയും അങ്ങ് സൈലൻ്റ് ആക്കി കളഞ്ഞു. ഭയങ്കരമായ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു രംഗം അതിലുണ്ട്. ഒരു 15 മിനിറ്റോളം നീളം വരുന്ന ഈ ഒരു സ്പോയിലറാണെന്ന് കരുതരുത്, പറയുകയാണ്. അത് ഒരു ഫാമിലിയെ ടോർച്ചർ ചെയ്യുന്ന ഒരു സീൻ അതിൻ്റെ അകത്തുണ്ട്. അവിടെ കുട്ടികളെന്നില്ല, ഗർഭിണിയെന്നില്ല, സ്ത്രീകളില്ല, വൃദ്ധന്മാരില്ല, അങ്ങനെയൊന്നും പരിഗണനയില്ലാതെ വളരെ ബ്രൂട്ടലായിട്ട് ഒരു സീൻ അതിൻ്റെ അകത്തുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരിക്കലും അത് കണ്ട് പരീക്ഷിക്കാൻ പോകരുത്. നല്ല മനക്കരുത്തുള്ളവർ മാത്രം മാർക്കോ കാണുക. അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. A സർട്ടിഫിക്കേഷൻ ഒരു പുതുമയല്ല. മലയാളത്തിലെ ഈവൻ വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോലും A സർട്ടിഫിക്കേഷൻ ഉള്ള സിനിമയാണ്. അതുകൊണ്ട് A സർട്ടിഫിക്കേഷൻ എന്നുള്ളതല്ല. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഭയങ്കരമായ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സീനുകൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ വില്ലനും നായകനും തമ്മിലുള്ള അടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഊഹിക്കാന്നുള്ളതേ. കഴുത്ത് വെട്ടുന്നു, കൈ വെട്ടുന്നു, തല വെട്ടുന്നു, കാല്, കൈ ഇതെല്ലാം വെട്ടുന്നു. പിന്നെ ചോരക്കളി, അത് വയലൻസിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഫൈറ്റ് സീൻസൊക്കെ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി. പടം ഒരു നിമിഷം പോലും ബോറടിക്കില്ല. പിന്നെ എല്ലാവരെയും പെർഫോമൻസുകൾ കൊള്ളാം. പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ നായകൻ ഉണ്ണി മുകുന്ദൻ തന്നെയാണ്. ഉണ്ണി മുകുന്ദൻ്റെ പെർഫോമൻസ് വൈസ് ആയാലും ഡയലോഗായാലും പ്രത്യേകിച്ച് പുള്ളിക്കാരൻ്റെ ആക്ഷൻ സീക്വൻസസ് എൻ്റെ അമ്മോ എക്സ്ട്രാ ഓർഡിനറി, ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ മാത്രമേ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റൂ. സ്ലോ മോഷൻ ആക്ഷൻസ് ഒന്നുമല്ല, വളരെ ഫാസ്റ്റാണ്. നമ്മളെ കില്ലും ജോൺ വിക്കും ആ ഒരു സ്റ്റൈലിൽ പോകുന്ന ആക്ഷൻ സീക്വൻസുകളാണ്. പുള്ളിക്കാരൻ വളരെ കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ഷനൊന്നും നോ കോംപ്രമൈസ്. ഇതുപോലെ ഒരു ആക്ഷൻ ഒരു ഇന്ത്യൻ സിനിമയിൽ പോലും വളരെ റെയറാണ് എന്ന് ധൈര്യമായിട്ട് ഞാൻ പറയും. ചില ഇൻ്റർനാഷണൽ സിനിമകളെ പോലും കടത്തിവിട്ടുന്ന രീതിയിലുള്ള ചില സീക്വൻസുകൾ ഇതിൻ്റെ അകത്തുണ്ട്. സിംഗിൾ ടേക്കിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു രക്ഷയില്ല. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും ചെറുപ്പക്കാരായ ആളുകൾക്കും നല്ല മനക്കരുത്തുള്ളവർക്കും മാത്രമുള്ള ഒരു സിനിമയായി പോയി. അങ്ങനെ ഒരു പ്രശ്നമാണ് മാർക്കോയ്ക്കുള്ളത്. അപ്പോൾ പിന്നെ ടെക്നിക്കൽ പെർഫെക്ഷൻ, ക്യാമറ ഉഗ്രൻ, സൗണ്ട് മിക്സ്, ബി ജി എം ചെയ്തിരിക്കുന്നത് അപ്പോൾ രക്ഷയില്ല. കിടിലം ബി ജി എമ്മാണ്. പടത്തിൻ്റെ ഏറ്റവും വലിയ ചൂടായിട്ട് നിൽക്കുന്ന ബി ജി എം. പിന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം, സൗണ്ട് മിക്സ്, അറ്റ്മോസ് മിക്സ് കിടിലമാണ്. സൗണ്ട് എഫക്റ്റ് കിടിലമായിരുന്നു.
പിന്നെ എന്തു പറയാം, എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞ ഒരു കിടില അനുഭവമായിരുന്നു മാർക്കോ. പക്ഷേ ഈ ഒരു പ്രശ്നം, ആ രംഗം അത് വേണമായിരുന്നോ എന്ന് പോലും ഞാൻ ആലോചിച്ചു. അത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അതൊരു സാധാരണ ഒരു വ്യക്തിക്ക് അത് പെട്ടെന്ന് അങ്ങ് ഉള്ളുകൊണ്ട് ഡൈജസ്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു രംഗമല്ല. അത് ശ്രദ്ധിച്ചു. പിന്നെ അപ്പോൾ ഞാൻ ഉണ്ണിമുകുന്ദൻ്റെ കേസ് പറഞ്ഞു പെർഫോമൻസിൽ. പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് ഇഷ്ടപ്പെട്ടത് സിദ്ദിഖിൻ്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു. പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും മോശമായി തോന്നിയത് ജഗദീഷാണ്. ജഗദീഷിന് കൊടുത്തിരിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥയിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രധാന റോളാണ്. ആ റോള് പുള്ളിക്കാരന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നി. ഈവൻ നമ്മൾ മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം, മറ്റ് ഭാഷയിൽ കുഴപ്പമില്ലായിരിക്കും. ഉറപ്പായിട്ടും ഈ സിനിമ ഒരു നാഷണൽ ലെവലിൽ എല്ലാ ഭാഷയിലേക്കും നമുക്ക് ഡബ് ചെയ്യാം. ഈവൻ ഇൻ്റർനാഷണൽ ലെവലിൽ പോലും പല രാജ്യങ്ങളിലും ഇത് സ്ക്രീൻ ചെയ്യാനും പറ്റും. യാതൊരുവിധ മടുപ്പുമില്ലാത്ത ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ചൂടായിട്ട് പോകുന്ന ഒരു അത്യുഗ്രൻ മാസ് ഫാമിലി എൻ്റർടൈനർ, ബ്രൂട്ടൽ വയലൻ്റ് ഫാമിലി എൻ്റർടൈനർ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, അത് ഇത്തിരി പ്രശ്നമാണ്. അപ്പോൾ പ്രായം നോക്കി, നിങ്ങളുടെ മനസ്സും പ്രായവും നോക്കി ഈ സിനിമ കാണാൻ തിരഞ്ഞെടുക്കുക.